നമ്മൾ വെന്റിലേറ്ററിനെ കുറിച്ച് ക്ലാസ് കേട്ടിരുന്നു. എന്താണ് വെന്റിലേറ്റർ എന്നും അതിൻ്റെ ഇൻഡിക്കേഷൻസ്, ടൈപ്സ്, നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റീസ് വരെ നമ്മൾ നോക്കി. ഇനിയും നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഹൗ ടു പ്രിവെൻറ്റ് വാപ്പ്. നമ്മൾ നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, പ്രിവെൻറ്റ് വാപ്പ് അല്ലെങ്കിൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. എന്താണ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ? നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതെ വരുമ്പോൾ പേഷ്യൻസിന് ഇൻഫെക്ഷൻ ആവും. അപ്പോൾ അത് തടയാൻ വേണ്ടി നമ്മൾ എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളത് ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ് മെയിൻ, എല്ലാത്തിൻ്റെയും പ്രിവെൻഷനാണ് ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഹാൻഡ് ഹൈജീൻ. Then elevated the head of 30 to 45 degree. നമ്മുടെ ബെഡിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത്, അതായത് പേഷ്യൻ്റെ ബെഡിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് 30 to 45 ഡിഗ്രി ആയിരിക്കണം. ഡെയിലി സെഡേഷൻ വെക്കേഷൻ, അതായത് സ്റ്റോപ്പിംഗ് സെഡേഷൻ മെഡിസിൻസ് വൺസ് ഡെയിലി ഫോർ ഷോർട്ട് ടൈം. നമ്മൾ പേഷ്യൻ്റെ സെഡേഷൻ നോക്കണം, പേഷ്യൻ്റ് കോൺഷ്യസ് ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ സെഡേഷൻ്റെ ആ ഒരു റിക്കവറി ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് ചെക്ക് ചെയ്യണം. ഓറൽ കെയർ വിത്ത് ക്ലോറോഡെക്സിൻ, പിന്നെ പ്രോപ്പറായിട്ടുള്ള ഓറൽ കെയർ കൊടുക്കണം. സബ്ക്ലോട്ടിംഗ് സക്ഷനിങ് പ്രോപ്പറായിരിക്കണം. ഏർലി മൊബിലൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് പ്രിവെൻറ്റ് വാപ്പ് എന്ന് പറയുന്നത്. വാപ്പ് എന്താണ്? വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ഹാൻഡ് ഹൈജീൻ. Then elevated head of 30 to 45 degree, daily sedation, vacation, oral care with the chloroxine, subclotic suctioning and early mobilization. The next one, വെന്റിലേറ്ററിൽ നമ്മൾ അടുത്തത് ചെയ്യുമ്പോൾ അലാറാംസ് കേൾക്കും ഇല്ലേ? പല ടൈപ്പ് ഓഫ് അലാറാംസ് കേൾക്കും. ഹൈ പ്രഷർ അലാറാം, ലോ പ്രഷർ അലാറാം, ആപ്നിയ അലാറാം, ലോ ഓക്സിജൻ അലാറാം ഇല്ലേ? അപ്പം ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഇപ്പം ഒരു അലാറം കേട്ട് കഴിഞ്ഞാൽ അത് എന്താണെന്ന് ഫൈൻഡ് ചെയ്താലേ നമുക്കത് അതിൻ്റെ ഇത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഹൈ പ്രഷർ അലാറാം. പേഷ്യന്റിന് ഹൈ പ്രഷർ അലാറാം അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് ഒന്നിൽ സെക്രീഷൻസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ക്വിക്ക് സൗണ്ട്, ബൈറ്റിംഗ് ട്യൂബ്, പേഷ്യന്റ് വന്നിട്ട് ട്യൂബ് ബൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്യൂബ് വല്ല തിരിഞ്ഞോ പറഞ്ഞാൽ. അപ്പം സെക്രേഷൻ ഉണ്ടെങ്കിൽ കിക്ക് സൗണ്ട്, ബൈറ്റിംഗ് ട്യൂബ്. നെക്സ്റ്റ് ലോ പ്രഷർ അലാറാം. അത് ട്യൂബ് വന്നിട്ട് ഡിസ്കണക്ട് ആകുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ. സോ ഇതാണ് വെന്റിലേറ്റർ അലാറാംസിൽ. പിന്നെ രണ്ടെണ്ണമുള്ളത് ആപ്നിയ അലാറമും ലോ ഓക്സിജനുമാണ്. അത് പേഷ്യന്റിന് പെട്ടെന്ന് ബ്രീത്തിങ് ഇതില്ല, നോ സ്പോണ്ടേനിയസ് ബ്രീത്തിങ്, അപ്പം ആപ്നിയ അലാറം എഴുതി. പിന്നെ പേഷ്യന്റിന് ലോ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഹൈപ്പോക്സിയ, ആ ടൈമിലും വെന്റിലേറ്റർ അലാറാംസ് ഇത് ചെയ്യും. ഹൈ പ്രഷർ അലാറം, ലോ പ്രഷർ അലാറം, ആപ്നിയ അലാറം ആൻഡ് ലോ ഓക്സിജൻ അലാറം. സോ നെക്സ്റ്റ് വിൽ സ്റ്റഡി അബൌട്ട് ദ കോംപ്ലിക്കേഷൻസ്. എന്തിനായാലും നമുക്ക് കോംപ്ലിക്കേഷൻസ് കാണും അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്? ഫസ്റ്റ്, ബാരോട്രോമ, ന്യൂമോതൊറാക്സ്, വാപ്പ്, ഓക്സിജൻ ടോക്സിസിറ്റി, ഹൈപ്പോടെൻഷൻ. നമുക്കിത് ഓർക്കാൻ വേണ്ടി ഞാൻ ഇത് പറയാം. ബി പോസിറ്റീവ് വെരി ഓഫൺ ഹാപ്പി. ബി പോസിറ്റീവ്, ബി മീൻസ് ബാരോട്രോമ, പോസിറ്റീവ് ന്യൂമോതൊറാക്സ്, വെരി വാപ്പ്, ഓഫൺ ഓക്സിജൻ ടോക്സിസിറ്റി, ഹാപ്പി ഹൈപ്പോടെൻഷൻ. ഇനി ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ബാരോട്രോമ, ലങ്സ് ഇഞ്ചുറി ഡ്യൂ ടു ഹൈ പ്രഷർ, അതാണ് ബാരോട്രോമ എന്ന് ഉദ്ദേശിക്കുന്നത്. ന്യൂമോതൊറാക്സ് എന്താണ്? ഹെയർ ഇൻ ദ പ്ലൂറൽ സ്പേസ്, എയർ പ്ലൂറൽ സ്പേസിൽ ഇതാകുന്നതാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. വാപ്പ് എന്താണ്? നമ്മൾ മുമ്പ് പഠിച്ചു, അത് ലങ്സ് ഇൻഫെക്ഷൻ ആണ്. ആഫ്റ്റർ ദ വെന്റിലേഷന്റെ സമയത്ത്, പേഷ്യന്റ് വെന്റിലേഷനിൽ കിടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഹോസ്പിറ്റലൈസ്ഡ് ഇൻഫെക്ഷൻ ആണ് ഈ വാപ്പ് എന്ന് പറയുന്നത്. ദെൻ ഓക്സിജൻ ടോക്സിസിറ്റി, ലങ് ഡാമേജ് ഫ്രം എക്സസ് ഓക്സിജൻ, ഓക്സിജന്റെ അളവ് കൂടുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഓക്സിജൻ ടോക്സിസിറ്റി എന്ന് പറയുന്നത്.
ഹൈപ്പോ ടെൻഷൻ, ലോ ബ്ലഡ് പ്രഷർ. ഇതാണ് കോംപ്ലിക്കേഷൻ. സോ ബി പോസിറ്റീവ് വെരി ഓഫൺ ഹാപ്പി. ഏതൊക്കെയാണ്? ബാരോട്രോമ, ന്യൂമോത്തോറാക്സ്, ഓക്സിജൻ ടോക്സിസിറ്റി ആൻഡ് ഹൈപ്പോ ടെൻഷൻ. ഇനി നമുക്ക് കുറച്ചുകൂടെ വെന്റിലേറ്ററിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ചെറിയൊരു ടോപ്പിക്സ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ താങ്ക് യു.